പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ കോൾബദറുമായിട്ട് ബന്ധപ്പെടുവാനും ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വരുവാനൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതും വന്നത് ചാലക്കുടിയിൽ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നതിന് ഭാഗമായിട്ട് വരും. എവിടെയായിരുന്നു ചാലക്കുടിയിൽ ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താനായിട്ട് ഉള്ള ഒരു മീറ്റിങ്ങുകൾ ബന്ധത്തിലാണ് വരാനിടയായിട്ടുണ്ട്. അത് തൃശ്ശൂർ ഒരു വലിയൊരു ക്രൂസൈഡ് ക്രമീകരിക്കുന്ന ഒരു ഭാഗമായിട്ട് പ്രൊമോഷൻ മീറ്റിംഗ് ആയിട്ടാണ് ചാലക്കുടിയിൽ, കൊടുങ്ങല്ലൂർ, തുപ്രയാറ്, കൊടകര അങ്ങനെ പല സ്ഥലങ്ങളിലും മീറ്റിംഗ് നടത്തിയിട്ടാണ് ആ വലിയൊരു മീറ്റിംഗ് ഉള്ള പ്രോഗ്രാം അവിടെ നടത്താൻ കർത്താവ് സഹായിച്ചു. വിശ്വാസം അല്ലേ? അതിനോട് ബന്ധത്തിലാണ് ഇവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ എപ്പോഴാണ് ശരിക്കും ഓർമ്മടി ചിന്തിച്ച് ഇപ്പോഴാണ് എനിക്കൊരു കിട്ടിയത്. വിശ്വാസം ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ക്ലാസ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഇടയായിത്തീർന്നത് അല്ലേ? നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി മാറണം. വിശ്വാസം ഹല്ലേലൂയ. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ എല്ലായിടത്തും ശമരിയിലും ലോകത്തിലെട്ടത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ ദൈവത്തെ അറിയാനിടയായിത്തീർന്നത് ജയിലിൽ വെച്ചിട്ടാണ്. ജയിലെന്ന് പറയുമ്പോൾ ഞാൻ ഈ നിലയിലുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. ലോകത്തിന് അഴുക്ക് ജാലിൽ കിടന്ന് ഉരുണ്ടൊരു വ്യക്തിയാണ്. ബൈബിളിൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, പന്നീനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അവൻ ഏത് നിലയിലും മുക്കുത്തി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചെളി കാണുമ്പോൾ എന്ത് ചെയ്യും? അത് കിടന്ന് ഉരുളും ചെളിക്കകത്ത്. എന്നാലും ഒരു ആശ്വാസമുള്ളൂ. ബോഷനെ കുറിച്ച് പറയുന്നുണ്ട്. ബോഷനെ ബൈബിളിൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. ബോഷനെ പല ഭാഗങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് വളരെ ഉരലിട്ടിട്ട് അവന് പോലും ഇടിച്ചാലും ചെയ്യത്തില്ല. അവന് ബോഷത്വം വിട്ടുമാറുന്നില്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ഭാഗങ്ങളും ബോഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നിഗളി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത്, നിഗളി എന്ന് പറയുമ്പോൾ നിഗളികളോട് എപ്പോഴും എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് കൃപ പകരുന്നു. ഇത് മൂന്നിൻ്റെയും ഒരു വ്യക്താവാരിയാണ്. നിഗളിയായിരുന്നു, ബോഷനായിരുന്നു. ബൈബിൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു പന്നിയുടെ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള വ്യക്തിയെ പലവട്ടം നന്നാക്കാനായിട്ട് അവൻ്റെ അപ്പൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പന് മൂത്തമാൻ ഞാനാണ്. താഴെ 3 സഹോദരിമാരുണ്ട്. താഴെ അനിയനാണ്. വീട്ടിൽ മൂത്തമാൻ ഞാനായതിന് പേരിൽ അപ്പനെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നന്നാക്കാനായിട്ട് അപ്പന് കഴിഞ്ഞില്ല. പിന്നെ പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പലവട്ടം നാട്ടുകാർ ഇടി കൊണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് എന്നെ നന്നാക്കാൻ മനുഷ്യൻ കഴിച്ചില്ല. എന്നാൽ ജീവന് ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്ത് അടക്കപ്പെട്ട സമയത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനയുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തപ്പോൾ, ഞാനൊരു പാപിയാണെന്നൊരു ബോധ്യം സർവശക്തനായി നൽകിക്കഴിഞ്ഞപ്പോൾ, എൻ്റെ ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ യാഗമായി എന്നുള്ള ബോധം നൽകിക്കഴിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സകല പുതിയ ദൈവിക സമാധാനം സർവശക്തനായ ദൈവം ജയിലിനകത്ത് വെച്ച് എനിക്ക് പകർന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അറിഞ്ഞ സത്യങ്ങളെ എവിടെയും പ്രഘോഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ എന്നെ ശക്തീകരിക്കുന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം പ്രവർത്തനം ആരംഭിച്ച് ജയിലിൽ തന്നെയാണ്. എൻ്റെ പാപങ്ങൾ കർത്താവിൽ യേശു മോചിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ വിശ്വസം എണ്ണി തിരുത്തോസനായെന്ന് പറയുന്നത് വിശ്വസനെന്ന് എണ്ണിയിട്ടാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോധ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അനേകരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജയിലിനകത്ത് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ഭ്രാന്തായി എന്ന് പറഞ്ഞു. ഭ്രാന്തന്മാർ കിടക്കുന്ന റൂമിൽ ഞാൻ കിടക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ വെച്ചാണ് കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പൂർണ്ണമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചില വഴികൾ തുറന്ന് എന്നെ പുറത്തേക്ക് ഇറക്കി. എനിക്ക് ജാമ്യം കിട്ടി. ഞാൻ പുറത്ത് വന്നു. എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന കൊടുക്കുക RC ബാക്ക്ഗ്രൗണ്ടാണ് ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ അപ്പനും അമ്മയുടെ അടുത്തും എൻ്റെ സഹോദരിമാരടുത്ത് എൻ്റെ അനിയനെടുത്ത് പലപ്പാട് പള്ളിയിൽ അച്ഛനെടുത്ത് പലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ ശക്തമായി കടന്നു പോയിട്ട് യേശുവിനെ കുറിച്ച് അറിയിക്കുവാനായിട്ട് ദൈവം വലിയൊരു ഭാഗ്യമുള്ള ജീവൻ നൽകി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ആ ദൈവത്തെ ശക്തിയാണ്. മറ്റുള്ളവരെന്താണ് ഇരുട്ട് തപ്പിത്തടയുന്നത് മനുഷ്യമായ നിലയിൽ നമ്മൾ അനുഭവിച്ചത് ശക്തിയാണ്. അതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഇരുട്ടി കിടക്കുകയാണ്. എൻ്റെ പേര് എന്ത് ചെയ്യണം?
സുവിശേഷം കൊണ്ട് മാത്രമേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റത്തിലേക്ക് കടത്താൻ പറ്റത്തുള്ളൂ എന്ന് ബോധ്യമായതിൻ്റെ പേരിൽ വലപ്പാട് പള്ളിയിൽ പോയി അച്ഛനടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞിടാ ഇവിടെ ഒന്നും ഇങ്ങനെ പ്രശ്നങ്ങളില്ല, അത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലാണ്, കോട്ടയം ഏരിയയിൽ ഇവിടെ ഒന്നും പ്രശ്നമില്ല, നീ പ്രശ്നം ഉണ്ടാക്കരുത് പറഞ്ഞു. പൈസളോൺ ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു അച്ഛൻ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഈ ചെയ്ത കാര്യമില്ല, ശരിയല്ല, നമ്മൾ മറ്റുള്ളവർ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പേര് എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് മാറ്റം ഉണ്ടാകുന്ന അച്ഛനെ പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അച്ഛൻ വിടുവാരുടെ ആയിരുന്നു. എന്നെ എപ്പോഴും പോലീസ് അന്വേഷിച്ച സ്ഥലമാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ കടന്നു പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു ഓ നീ വന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണുന്നത് നിങ്ങൾ വിളിച്ചാൽ ഞാൻ വന്നോളും, ഇവിടെ വരാം, നിങ്ങൾ വീട്ടിൽ എൻ്റെ എന്ത് ചെയ്യണ്ട, അന്വേഷിച്ച് വരണ്ട. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പിന്നെ എൻ്റെ ചുറ്റുപാടുമൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ചെറിയ കൺവെൻഷൻ ക്രമീകരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അന്ധകാരത്തിൽ അല്പപ്രകാശമായി നിലയൊരു മീറ്റിംഗ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു പന്തലേക്ക് കെട്ടി ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന് ദൈവദാസന്മാരെ പലരും ക്ഷണിച്ചു. എനിക്കത് ദൈവദാസന്മാരുടെ പരിചയമില്ല, എങ്കിലും നമ്മൾ ജയിലിൽ വെച്ച പലരും പരിചയമുള്ള പല വ്യക്തികളെയും വിളിക്കൂ. ആദ്യത്തെ ദിവസം ഞാൻ ക്ഷണിച്ച വ്യക്തികൾ ആരും വന്നില്ല. വീടിനടുത്ത് 2 കള്ള് ഷാപ്പുണ്ട്, 2 ചാരായ ഷാപ്പുണ്ട്. കാരണം 2 പഞ്ചായത്ത് മുണ്ട് സ്ഥലമാണ് ഞങ്ങളുടെ ഏരിയ. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരെല്ലാം വന്ന് കാണാൻ എന്താണ് പറയുന്നത് അറിയാനായിട്ട് അവർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ദിവസം വളരെ കരഞ്ഞൊരു സമയമായിരുന്നു. കാരണം നിങ്ങൾ ദൈവം ഇത്രയും കാര്യം ചെയ്തിട്ട്, കാരണം റെക്കോർഡിട്ട് പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു, ചെറിയ പന്തലുണ്ട്, കുറച്ച് കസാര എടുത്തിട്ടുണ്ട്, വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇത്രയും കാര്യം ചെയ്തിട്ട് ക്ഷണിച്ച ദിവസം വന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനിവിടെ നാണം കെടുകയാണല്ലോ എന്നാണ് ദിവസം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് സംസാരിച്ചു. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നീ ആരായിരുന്നു? ഞാനൊരു കൊലക്കേസ് പ്രതിയാണ്, കൊലയാളിയായിരുന്നു. ഇന്ന് നീ ആരാണ്? ഞാനൊരു സുവിശേഷകനാണ്. എന്നാൽ നിന്നെ വിടിവിച്ച എന്നെ നീ ഇവിടെ ഉയർത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ എന്നെ വിടിവിച്ച എൻ്റെ കർത്താവിനെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേജിൽ കെട്ടി ഉയർത്താൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അന്ന് മുതൽ ഈ പ്രഘോഷം തുടങ്ങുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനായിട്ട് ദൈവം സഹായിച്ചു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ. പിന്നെ അതിൻ്റെ കേസൊക്കെ വെറുതെ വീണ്ടും തന്നെ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു, സുപ്രീം കോടതി വെറുതെ വിടുന്നതിനിടയായിത്തീർന്നു. എങ്കിലും സുവിശേഷ ഘോഷത്തിൽ യാതൊരു വിട്ടുവീഴ്ച വരത്തില്ല. കാരണം എൻ്റെ കണ്ണ് തുറന്ന കർത്താവാണ്. പൈസയുടെ ബോധ്യം വന്നപ്പോൾ മറ്റുള്ള കണ്ണ് തുറക്കുവാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് ബോധ്യമായതിൻ്റെ പേരിൽ ഹല്ലേലൂയ, സ്തോത്രം. ഈ സുവിശേഷം അറിയിക്കാനായിട്ട് വലിയ സന്തോഷമാണ്. അങ്ങനെ കേരളത്തിൽ ഉടനീളം പരസ്യ മീറ്റിങ്ങുകളായിട്ടും കൺവെൻഷനുകളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം അതിൻ്റെ ഭാഗം ഇനി കുറേ കാര്യം പറയുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇനി നമുക്ക് സമയമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ഈ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്കമാലിയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ പഴയകാല സുഹൃത്ത് പലരും അവിടെയുണ്ട്. ബത്രാൻ ജോസ് പറഞ്ഞ് കേട്ട് ബത്രാൻ ജോസൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മുത്തേടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. ജോളിയും ഫ്രാൻസിസൊക്കെ എൻ്റെ പഴയ സ്നേഹിതന്മാരാണ്. ജിമ്മി, ഇങ്ങനെയുള്ള പലരും എനിക്ക്, സലീം, അവർ കേസിൽ പ്രതികളൊക്കെ എൻ്റെ വളരെ സ്നേഹിതന്മാരാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ ദൈവം ഹല്ലേലൂയ രക്ഷിച്ചല്ലേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്ത് സന്തോഷം നമുക്ക് അല്ലേ. ഈ സന്തോഷം വേറെ ആർക്കും ഉള്ളത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ഈ സന്തോഷം പങ്കുവെക്കാൻ അങ്കമാലിയിൽ കിങ്ങിണി ഗ്രൗണ്ടിൽ ഒരു നമ്മളെല്ലാ സഭകളും സഹകരിച്ചുകൊണ്ട് ഒരു വലിയ മീറ്റിംഗ് നടത്താനായിട്ട് കർത്താവിനെ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ ഷാജിബറുമായി സംസാരിച്ചപ്പോഴാണ് ജോസ്ബർ കാര്യം ചെയ്യണം, പോൾബദർ കാണണമെന്ന് പറയുന്നിടയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിളിച്ചു, ഇവിടെ വരാനായിട്ട് ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ പ്രത്യേകിച്ച് വേണ്ടത് ഈ മീറ്റിങ്ങിന് ഓർത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥന ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ കിങ്ങിണി ഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കണമെങ്കിൽ അവിടെ ആൾ വരണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആൾ വരണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ദൈവത്തെ അത്ഭുതം ചെയ്യും എന്നൊരു വിശ്വാസത്തിലായിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ. വൈദ്യുതി പറഞ്ഞ് 2-3 പേര് കർത്താവ് നാമത്തെ കൂടുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ട്. ദൈവസാന്നിധ്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളെ കണ്ണോട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനായിട്ട് നിങ്ങളെല്ലാവരെയും മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ കൂടെ കടന്നു വരും ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇനി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടോ, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും, കാരണം പള്ളിയിൽ നിന്ന് മുടക്കി, ഞങ്ങൾ വീട്ടുകാരെ പള്ളിയിൽ നിന്ന് മുടക്കി കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ഇതുവരെ നന്നാക്കാൻ കഴിഞ്ഞില്ല, പോലീസുകാർക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല, പള്ളി അച്ഛന്മാർക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല, ഇവ നന്നായി. ഇങ്ങനൊരു കൺവെൻഷൻ നടത്തേണ്ട പേരിൽ വീട്ടുകാരെ പള്ളിയിൽ നിന്ന് മുടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പള്ളിയിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് അപ്പം തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പിൻപറ്റി അതേ ദൈവത്തെ പിൻപറ്റും എൻ്റെ അപ്പനും അമ്മയ്ക്കും
എൻ്റെ സഹോദരിമാർക്കും എൻ്റെ അനിയനും ദൈവം വലിയ ഭാഗ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം അനേക കൂട്ടുകാർ രക്ഷയിൽ നയിക്കുന്നത് വരുന്നത് കാണാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ജയിലുകളിൽ കടന്നുപോയി പ്രവർത്തിക്കാൻ ദൈവം കൃപയിലേക്ക് കൊണ്ടിരിക്കുന്നു. അവിടെയും അനേകർ ഇപ്പോഴും മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിലേക്ക് അടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ജയിലിൽ കഴിയുന്ന പല കുടുംബങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ വളരെ ദയനീയമായുള്ള അവസ്ഥയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ഇന്നും ജയിലിൽ കഴിയുകയാണ്. അത് 3 കൊലക്കേസ് കഴിഞ്ഞിട്ട് ഇന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കുറച്ച് നാൾ എൻ്റെ ഒപ്പം നടന്നതാണ്, വീണ്ടും തെന്നിപ്പോയി. അപ്പോൾ ശവം പറയുന്ന അടുത്ത്, ജോസേട്ടാ എൻ്റെ 2 കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോസേട്ടൻ വിചാരിച്ച് നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് നടക്കത്തില്ല, നീയാണ് അവർ മുന്നിൽ മാതൃക കാണിക്കേണ്ടത് പലവട്ടം പറഞ്ഞിട്ട് അവർ മാതൃക കാണിച്ചില്ല. ഇപ്പോൾ അവൻ്റെ 2ാമത്തെ കുഞ്ഞിപ്പോൾ ജയിലിൽ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ 2 കുഞ്ഞുങ്ങളും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവേലയിലാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മകൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ബൈബിൾ കോളേജിൽ പഠിച്ച് ഇന്ന് പൂനെയിൽ ഒരു നല്ല ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. അവർ കുടുംബമായിട്ട് കർത്താവ് സേവിക്കുന്നു. എൻ്റെ മരുമോനും കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് നീങ്ങുന്നു. അവർ റാന്നിയിലാണ്. ദൈവം അവരെ ശക്തമായിട്ട് കരങ്ങളെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 21 വർഷത്തോളം ജയിലിൽ കഴിയുന്ന കുട്ടികളെടുത്ത് പഠിപ്പിക്കാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിൻ്റെ കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ട് അതിൻ്റെ പേരിൽ നിൽക്കുവാനിടയായി തീർന്നു. അവിടെയാണ് ഇപ്പോൾ നമ്മളെ മദ്യത്തിനും മയക്കുവിനെതിരെയുള്ള നമ്മുടെ സദ്ഗമയ എന്ന പേരിൽ നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചത് പാസ്റ്റർ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ബർത്ത്ഡേ വന്നാൽ എന്ത് വന്നാലും എന്താണ് നമ്മളൊരു മീറ്റിംഗ് ക്രമീകരിക്കും. എന്താണ് മീറ്റിംഗ്? ബർത്ത്ഡേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്ന എല്ലാവരും വരാതിരിക്കത്തില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ യേശുവിനെ കുറിച്ച് അറിയിക്കാൻ കഴിയും. ഇതിന് എത്രയും വലിയൊരു ചാൻസ് വേറെ എന്തോ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നമുക്ക് ഓരോ നമുക്കൊരു സ്തോത്രം, ഒരു ഭ്രാന്തനെ പോലെ കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന് കഴിഞ്ഞാൽ അനേകരെ നമ്മളിവിടെ നമ്മുടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കോഴിക്കോട് കടപ്പുറത്തൊരു മീറ്റിംഗ് നടത്താനായിട്ട് കർത്താവ് കൃപ നൽകി. കോഴിക്കോട് ബീച്ചിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവദാസന്മാരെല്ലാം പറഞ്ഞു, ഇവിടെ നടത്തുന്നത് എന്താണ് ജോസേ, ഇവിടെ എത്രയോ സ്ഥലങ്ങൾ വേറെയുണ്ട്, നീ എന്തിനാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, ഞങ്ങൾക്കൊന്ന് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞതല്ല, ഒരു 1000 പേരെങ്കിലും ആരും പറയാതെ ബീച്ചിലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേരിൽ നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യണം, മീറ്റിംഗ് ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 5 പേര് കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5 പേര് കർത്താവിന് വേലയിലുണ്ടെന്ന്. പ്രൈസ് നമ്മളറിയാം. എത്രയും പേര് നമ്മൾ ഇപ്പോൾ നമ്മൾ പറയല്ലേ, ഈ പരസ്യ മീറ്റിങ്ങുകളായിട്ട് നമ്മൾ ലഘുലഘ സന്ദർശനങ്ങൾ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആരൊക്കെ എവിടെയാണ് എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം ചെയ്യാനുള്ളതാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലേ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കടന്നുപോയ സമയത്ത് അവിടെ UP-ൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹരിദ്വാറിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാസ്റ്റർ അടുത്ത് ഞാൻ കടന്നു പോയപ്പോൾ പാസ്റ്റർ പറഞ്ഞ എങ്ങനെയാണ്, പാസ്റ്റേ ഇവിടെ ഒരു ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സഹോദരനുണ്ട്, ആ സഹോദരൻ ഇവിടെ വരും, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു, വൈകുന്നേരം വരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, അപ്പോൾ എനിക്കൊരു ആഗ്രഹം ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സഹോദരൻ കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ട വെച്ചാൽ ഓടി എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. മട്ടാഞ്ചേരി സബ് ജയിലിൽ കിടന്നപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് സുവിശേഷം അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തെ. അദ്ദേഹം പറഞ്ഞു, മട്ടാഞ്ചേരി സബ് ജയിലിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിന് ജീവിതം കൊടുത്തു. ശിക്ഷ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇവിടുന്ന് പൊക്കോ, UP പൊക്കോളം പറഞ്ഞു. അവിടെ പോയി UP പോയി 3 വർഷം ബൈബിൾ കോളേജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഹരിദ്വാറിൽ പോകും പറഞ്ഞു. അപ്പോൾ ഹരിദ്വാറിൽ കർത്താവിന് വേല ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. നമ്മൾ ദൗത്യമാണ് പറഞ്ഞത്, അല്ലെ ഞാൻ ലോകസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങൾ കൂടി നിങ്ങൾ പോകണം, നിങ്ങൾ സുവിശേഷം അറിയിക്കണം, ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെ പ്രവർത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ വലിയ സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മളും ശക്തമായിട്ട് ആത്മീയമായി മുന്നോട്ട് നീങ്ങുവാനായിട്ടും സുവിശേഷം അറിയിപ്പാനായിട്ടും സർവശക്തനായ ദൈവം നമ്മൾ ശക്തമായി കരങ്ങളെടുക്കുക പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം വഹിക്കുന്ന പ്രിയ പോൾ ബാറിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്.